Hi dear students, good morning to all. ഇനി നമുക്ക് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത്. അതാണ് ഇൻട്രാക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വിത്ത് അതർ ഏരിയാസ്. അതായത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റും മറ്റ് ഏരിയാസ് പറയുമ്പോൾ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റ് സബ്ജക്ട്സുകൾ തന്നെയാണ് മറ്റ് ഏരിയാസും പറയുന്നത്. അതായത് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷന്, ഫിനാൻസ്, ഇതൊക്കെ തന്നെയാണ് മറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്, മറ്റ് ഫങ്ഷണൽ ഏരിയാസ്. ഓക്കെ, അപ്പോൾ ഈ ഫങ്ഷണൽ ഏരിയാസിനായിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ടുള്ള 3 മേജർ ഫങ്ഷൻ ആയിട്ടുള്ള മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഓപ്പറേഷൻസ് ഒരു ഓർഗനൈസേഷൻ വരുന്നത്. ഇതിനായിട്ട് ഒരുപാട് കണക്ഷൻ കൂടുതലായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം വി വോണ്ട് ടു നോ ഹൗ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് അല്ലേ. നമുക്ക് ഈ ഒരു 3 കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിങ്ങും ഫിനാൻസും ഓപ്പറേഷനും ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ്, വി ഓൾസോ വാണ്ട് ടു നോ വാട്ട് ഓപ്പറേഷൻസ് മാനേജേഴ്സ് ഡു, എന്താണ് ഓപ്പറേഷൻസ് മാനേജർ ചെയ്യുന്നത്, ആൻഡ് വാട്ട് ഓൾ തിങ്സ് ആർ ഈസ് ആക്ടിവിറ്റീസ് ഓർ വാട്ട് ഓൾ കോസ്റ്റ്ലി ഓർ വാല്യുബിൾ ആക്ടിവിറ്റീസ് ഈസ് ഡൂയിങ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം അതിനകത്ത് പ്രധാനപ്പെട്ട് വരുന്ന ഈ ഒരു ഓപ്പറേഷൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ 3 സബ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സബ് സിസ്റ്റംസാണ് വരുന്നത്. അതാണ് പ്രൊഡക്ഷനും ഫിനാൻസും മാർക്കറ്റിങ്ങും. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ബേസിക് പ്രൊമോഷൻ, ഇറ്റ്സ് എ ബേസിക് എയിം ഈസ് ടു വാട്ട് ആക്ച്വലി providing customers better sales orders or sales service, how they are communicating the customers about the product and services we are providing, and also the physical resource, what is our production and what is our service that is given to the customers. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്കറിയാം. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം എന്താണ് നമ്മളെ പ്രൊഡക്റ്റ് എന്താണോ അത് കസ്റ്റമറിലേക്ക് എത്തിക്കുക പറയുമ്പോൾ എങ്ങനെയായിരിക്കണം അത് at the time when it is currently available. നമുക്ക് എപ്പോഴാണോ കസ്റ്റമേഴ്സിന് എപ്പോഴാണ് നീഡഡ്, കസ്റ്റമേഴ്സിന് വേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രോഡക്റ്റ് കറണ്ട് മാർക്കറ്റിലേക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എത്തിക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതപ്പോൾ എപ്പോഴും നമ്മൾ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, ആസ് പെർ ദ കസ്റ്റമർ സ്പെസിഫിക്കേഷൻ, ആസ് പെർ ദ നീഡ് ഓഫ് ദ കസ്റ്റമേഴ്സ്, അത് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് എപ്പോഴും പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു സെക്ഷൻ നമ്മളിപ്പം മാർക്കറ്റിംഗ് പറഞ്ഞു, ഇനി നമ്മൾ പറഞ്ഞത് പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്, നമ്മളെ പ്രോഡക്ട്സ് നമ്മൾ കസ്റ്റമേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ. അടുത്ത് നമുക്ക് നോക്കാം ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ഓത്തറൈസേഷൻ ആൻഡ് ടു കൺട്രോൾ ഓൾ അതർ സബ് സിസ്റ്റംസ് ടു യൂട്ടിലൈസ് മണി മോർ എഫക്റ്റീവ്ലി ത്രൂ എ വെൽ ഡിഫൈൻഡ് ഫിനാൻസ് പ്ലാൻ. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഫിനാൻസ് പ്ലാനോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. നമുക്കറിയുന്ന മറ്റൊരു മേഖലയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം മാൻ പവർ ഇല്ലാതെ, പ്രോപ്പറായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റും പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും ഇല്ലാതെ, പ്രോപ്പറായിട്ടുള്ള പെർഫോമൻസ് എംപ്ലോയീസ് കാഴ്ചവെക്കാതെ, പ്രോപ്പറായിട്ടുള്ള പെർഫോമൻസ് എംപ്ലോയീസ് എങ്ങനെ കാഴ്ചവെക്കുക, ത്രൂ പ്രോപ്പർ മോട്ടിവേഷൻ ഓർ ടാർഗറ്റഡ് റിസൾട്ട്. പ്രോപ്പർ റിസൾട്ടും പ്രോപ്പർ മോട്ടിവേഷനും ഒക്കെ നമ്മൾ എയിം ചെയ്തുകൊണ്ട് മാക്സിമം എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം, എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ വിചാരിച്ച രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പറയുന്ന സബ്സിസ്റ്റൻസിനൊക്കെ എന്ത് ചെയ്യണം, അവരവരുടെ വർക്ക് എന്ത് ചെയ്യണം, ഇതൊക്കെ ഒറ്റയ്ക്ക് ഇതൊന്നും ഇൻ്റർ കണക്റ്റഡ് അല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിബിൾ ആവുമോ, ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഇതൊക്കെ എന്താണ്, ദീസ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ മ്യൂച്വലി ഇൻ്റർ കണക്റ്റഡ് ആൻഡ് ദീസ് ഇൻ്റർ കണക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് can't stay isolated, so they all are interconnected. അപ്പോൾ ഈ എല്ലാത്തിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യണം, ഫങ്ഷനിങ് നടത്തണം. മാക്സിമം നമുക്ക് ഡിസയേർഡ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ ഓൾ ബിസിനസ് ഹാവ് ഓപ്പറേഷൻസ് വിത്തിൻ ദം അറ്റ് മൈക്രോ ആൻഡ് മാക്രോ ലെവൽസ്. നമുക്കറിയാം മാക്രോ ലെവലിൽ നമുക്ക് എന്താണ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ഫങ്ഷൻസും ഒരു ബിസിനസ്സിനകത്ത് വരുന്ന ഒരു ഓപ്പറേഷൻസ് എലമെൻ്റ് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും എന്താണ് ഈ പറയുന്ന പോലെ മൈക്രോ അല്ലെങ്കിൽ മാക്രോ ലെവലിലായിരിക്കും ഓപ്പറേഷൻസ് നടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ പഠിക്കുന്ന ഈ ഒരു സബ്ജക്റ്റിൽ എന്താണ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് മാർക്കറ്റിംഗ്, ഫിനാൻസ്,
ഫിനാൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് അതർ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റിനായിട്ട് എന്താണ് ഇത് കണക്റ്റഡ് ആണ്. സോ ഇതെന്താണ് അത്രയും ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കറിയാം, ഇതിപ്പോൾ ഞാനിങ്ങനെ ഓരോ പോയിൻറ്റ്സ് പറയാത്തത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയുന്ന മേഖലകളാണ്. ഏത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓപ്പറേഷൻ, മാർക്കറ്റ് എന്താണ്, ഫിനാൻസ് എന്താണ്, പ്രൊഡക്ഷൻ എന്താണെന്ന് അറിയാം. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് നിങ്ങൾ സപ്പോസ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എഴുതുക. എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻ? നമുക്കറിയാം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുകയാണ്, കസ്റ്റമറെ നീഡ്സ്, വോൺസ് സാറ്റിസ്ഫൈ ചെയ്യുക, പ്രോപ്പർ സെല്ലിംഗ് നടത്തുക, പ്രോപ്പർ പ്രൊമോഷൻ നടത്തലാണ്. Basically, it's relating to the sale of the products and offering the product and the services which are provided by the organization to the appropriate customers. And proper sales or the time should be maintained for the സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യലാണ് ഇതിനകത്ത് മാർക്കറ്റ്. അപ്പം മാർക്കറ്റ് നമുക്ക് ഫിനാൻസ് അറിയാം. ഫിനാൻസ് ഈസ് എ ലൈഫ് ബ്ലഡ്. ഫിനാൻസ് ഈസ് ഇൻ്റർ കണക്റ്റഡ്. പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ്, പ്രോപ്പർ മണി മാനേജ്മെൻറ്റ് ഈസ് ദ ബേസിക് എയിം ഓഫ് ദ ഫിനാൻസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഓരോ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഫങ്ഷൻസും അതൊക്കെ പ്രോപ്പറായി ചെയ്തിട്ട് ഓരോന്ന് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർ ലിങ്ക്ഡ് ആണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഐസൊലേറ്റ് ആയിട്ട് നിന്നെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥാപനം വർക്കൗട്ട് ചെയ്യില്ല. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പം എന്ത് ചെയ്യുക, ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലാണ് അതിൻ്റെ ഒരു കോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. കാരണം പ്രൊഡക്റ്റ് ഇല്ലാതെ എന്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും? ഇല്ല. അപ്പം ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിനകത്താണ് എന്ത് വരുന്നത്, കൺവേർഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ്. അപ്പോൾ ഈ ഇൻപുട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലാണ്, ഒന്നുകൂടി പറയാം. ക്യാപിറ്റൽ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇൻഫർമേഷൻ, മണി ഒക്കെയാണ് എന്ത് വരുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട്സിന് എന്ത് ചെയ്യണം, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിൽ, അതായത് ട്രാൻസ്പോർട്ടിങ്ങും കട്ടിങ്ങും സ്റ്റോറിങ്ങും എല്ലാമാണ് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്. ഈ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനകത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ഒരു ഔട്ട്പുട്ടായിട്ട് മാറും. അങ്ങനെ ഈ ഔട്ട്പുട്ടിന് എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ മെഷർമെൻറ്റ് പോയിൻറ്റിലേക്ക് നടത്തും. അതായത് ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ്, അതായത് ഫീഡ്ബാക്ക് എടുക്കണം. നമ്മളെ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ കൺവേർഷൻ പ്രോസസ്സിലേക്ക് ആക്കി വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിട്ട് വീണ്ടും കൺവേർഷൻ പ്രോസസ്സിലേക്ക് ആക്കി മാറ്റണം. നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റിൽ ഡാമേജ് ഉണ്ടെങ്കിൽ വീണ്ടും ആ ഡാമേജുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് എന്താ സംഭവിക്കുക, ആ പ്രൊഡക്റ്റ് അവിടെ കൊടുക്കുകയും ചെയ്യും. അത് പർച്ചേസ് ചെയ്യാൻ എന്ത് ചെയ്യില്ല, ആളുണ്ടാവില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള ഫീഡ്ബാക്ക്സ് കറക്റ്റായിട്ട് മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റീവ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം വി ഷുഡ് ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്, വിച്ച് മീൻസ് വി ആർ കൺട്രോളിങ് ദ പ്രോഡക്റ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ടേക്ക് ദ കൺവേർഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നോക്കൂ, ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇൻഫർമേഷൻ. ഈ ഒരു ഇൻപുട്ടിന് എന്താക്കി, ട്രാൻസ്ഫോർമേഷൻ നടത്തി, കൺവേർഷൻ പ്രോസസ്സിലാക്കി, എന്നിട്ട് എന്താക്കി, ഔട്ട്പുട്ട് ഉണ്ടാക്കി. ഔട്ട്പുട്ടാണ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് ഓൾറെഡി ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത, പക്ഷേ ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട്, യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് വിഷയത്തിൽ ഇത് ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ നിങ്ങൾ പല ടെക്സ്റ്റുകളും റെഫർ ചെയ്യണം, പഠിക്കണം, മനസ്സിലാക്കണം, ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തണം. നമ്മുടെ ടൈം ലിമിറ്റും കാര്യങ്ങളും കൊണ്ടാണ് ഈ സിലബസിൽ തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വേ ഓഫ് ടീച്ചിങ് നടത്തുന്നത്. ഓക്കെ, അപ്പം ഔട്ട്പുട്ടാക്കി നമ്മൾ മാറ്റുന്നു. അതിന് ശേഷം എന്തായി, അതിനെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോളിലാണ് എന്ത് നടക്കുന്നത്, നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് എടുക്കുകയാണ്. നമ്മൾ പ്രൊഡക്റ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ കൺവേർഷൻ പ്രോസസ്സ് നടത്തിയിട്ട് വീണ്ടും അതിനെ എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്കിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ ഇതാണ് ഇൻട്രാക്ഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് പേഴ്സണൽ കോർപ്പറേറ്റ് ബൈ എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ എക്സ്പെർട്ടൈസ് ഇൻ സച്ച് ആക്ടിവിറ്റീസ് ആസ് ദ ഫോളോസ്. എന്തൊക്കെയാണ് ഈ ഒരു കോർപ്പറേറ്റ് എക്സ്ചേഞ്ചിങ് ഇൻഫോർമേഷൻ, ഫിനാൻസും ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ആ ഒരു എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്, എന്തൊരു എക്സ്പെർട്ടൈസ് ഇൻഫോർമേഷൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തേതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബഡ്ജറ്റ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ടു
പ്ലാൻ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് അല്ലേ. ഓരോ പീരിയോഡിക്കലി നമ്മൾ എന്ത് ചെയ്യണം, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. ബഡ്ജറ്റ് മസ്റ്റ് ബി പീരിയോഡിക്കലി പ്രിപ്പയർഡ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? പീരിയോഡിക്കലി മീൻസ് എങ്ങനെയാണ്? 3 months കൂടുമ്പോൾ, 1 month കൂടുമ്പോൾ, 6 years കൂടുമ്പോൾ, 6 month കൂടുമ്പം, ഒരു പക്ഷേ 1 year അല്ലെങ്കിൽ 5 year നമ്മൾ എന്ത് ചെയ്യും? ബഡ്ജറ്റ് പ്ലാൻ ചെയ്യും ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ്, ബഡ്ജറ്റ്സ് മസ്റ്റ് സംടൈംസ് ബി അഡ്ജസ്റ്റഡ്. ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തിനാണ്? ആൻഡ് പെർഫോം റിലേറ്റഡ് ടു എ ബഡ്ജറ്റ് മസ്റ്റ് ബി ഇവാലുവേറ്റഡ്. അതുപോലെ തന്നെ നമ്മൾ പെർഫോം ചെയ്ത് ബഡ്ജറ്റ് എന്ത് ചെയ്യേണ്ടി വരും? ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ബഡ്ജറ്റ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ഓപ്പറേഷനും ഫിനാൻസും തമ്മിലുള്ള ഈ ഒരു കോർപ്പറേറ്റ് കണക്ഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തതാണ് ഇക്കണോമിക് അനാലിസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ്. ഇക്കണോമിക് അനാലിസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനകത്ത് വരുന്നതാണ് ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് റിക്വയേഴ്സ് ഇൻപുട്ട് ഫ്രം ബോത്ത് ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻസ് പീപ്പിൾ. അപ്പം അതാണ് ഇക്കണോമിക് അനാലിസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് റിക്വയർമെൻറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു ഇൻപുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നല്ലാത്ത മറ്റൊരു ഓപ്ഷൻ, നമുക്ക് മറ്റൊരു പ്രപ്പോസൽ വരുമ്പോൾ മറ്റൊരു പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലേക്ക് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതും ആ ഒരു ഓപ്പറേഷനും ഫിനാൻസ് പീപ്പിളും തമ്മിലുള്ള ആ ഒരു ഇവാലുവേഷൻ നടത്തൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൽ വരുന്ന ഇക്കണോമിക് അനാലിസിസ് നടത്തുക. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് നിങ്ങൾ വേരി ചെയ്ത് പോയത്, അതായത് ഓപ്പറേഷനും ഫിനാൻസും തമ്മിലുള്ള കണക്ഷനാണ് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇതിനേക്കാൾ നല്ലൊരു ഇൻപുട്ട് നമുക്ക് വേറെ ആൾക്കാർ തരാം, കമ്പാരിറ്റീവ്ലി വില കുറവും അതിനേക്കാൾ നല്ല സ്റ്റാൻഡേർഡും ആണ് എന്നുള്ളത് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അതിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ ആ ഒരു അനാലിസിസ് നടത്താൻ നമ്മൾ ആരായിട്ട് ഡിസ്കസ് ചെയ്യണം? ഫിനാൻസിനായിട്ട് ഡിസ്കസ് ചെയ്യണം. അതാണ് ആ ഒരു ഇൻ്റർ കണക്ഷൻ. അതാണ് ഇക്കണോമിക് അനാലിസിസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ എന്ന് പറഞ്ഞതിൻ്റെ മീനിങ്. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രപ്പോസലുള്ള ഇക്കണോമിക്കിൻ്റെ അനാലിസിസ് രണ്ട് കൂട്ടും കൂടി ഓപ്പറേഷൻസും ഫിനാൻസ് പീപ്പിളും കൂടിയാണ് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ തേർഡ് വൺ ആണ് പ്രൊവിഷൻ ഓഫ് ഫണ്ട്. നമുക്കറിയാം ദ നെസസറി ഫണ്ടിങ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് ദ അമൗണ്ട് ആൻഡ് ടൈമിംഗ് ഓഫ് ഫണ്ടിങ് ക്യാൻ ബി ഇമ്പോർട്ടൻറ്റ് and even critical when funding are tight. Careful planning can plan and avoid cash flow problem. അല്ലേ, ഏതെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, ഏതെങ്കിലും ടൈറ്റ് മൊമെൻറ്റ്സിൽ ഫണ്ടിങ് നടത്തണമെങ്കിൽ, ഓപ്പറേഷൻസ് ഫണ്ടിങ് നടത്തണമെങ്കിൽ, ടൈമിന് ഫണ്ട് കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഫണ്ട് പ്രൊവൈഡ് ചെയ്യണം. ക്യാഷ് ഫ്ലോന് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസ് ഇല്ലാതിരിക്കാനും വെറുതെ അവിടെ ഇരുന്നിട്ട് ഓപ്പറേഷൻസ് ഞങ്ങൾക്ക് ഫണ്ട് വേണം എന്നാണ് കിട്ടുമോ? ഇല്ല. ദേ ഷുഡ് ഇൻഫോം ടു വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ്? Finance department. So there is a connection, or there is an exchanging of information or expertise between the ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഒരു 3 രീതിയിലാണ് ഇവർ തമ്മിലുള്ള ഒരു ഫ്ലോ നടക്കുന്നത്. ഓപ്പറേഷൻസും ഫിനാൻസും തമ്മിലുള്ള ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഞാനിതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് ഏറ്റവും എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻസ് വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പ്രൊഡക്റ്റ് വേണ്ട സമയത്ത് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്ക് എത്തിക്കാനൊക്കെ എന്താണ് ഷോർട്ടാണ്. പീപ്പിളിനെ ഡിസൈഡ് ചെയ്ത് വരുമ്പോൾ ഷോർട്ടായിട്ട് ലോങ് ആയിട്ടൊക്കെ പ്രോഡക്റ്റ്സ് എത്തിക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. ഇനി അതർ ഫങ്ഷൻസ് ഇൻ ഓപ്പറേഷൻസ് നടക്കുന്ന മറ്റ് ചില ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഓൺ കോസ്റ്റ് ഓഫ് ലേബർ, മെറ്റീരിയൽസ്, ഓവർഹെഡ് ആൻഡ് മേ പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ഐറ്റംസ് സച്ച് ആസ് സ്ക്രാപ്പ്, ഡൗൺ ടൈം ആൻഡ് ഇൻവെൻട്രീസ്. അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത് പ്രധാനമായിട്ട് എന്താണ്, നമുക്ക് ലേബറിൻ്റെ, മെറ്റീരിയലിൻ്റെ, ഓവർ ഹെഡിൻ്റെ ഒക്കെ കോസ്റ്റുകൾ എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്താണ് MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഫക്റ്റീവ്ലി മാനേജ് ചെയ്തിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്താണ് പേഴ്സണൽ ഓർ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം പേഴ്സണൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ നടക്കുന്നത്? ട്രെയിനിങ്, റിക്രൂട്ട്മെൻറ്റ്, ലേബർ റിലേഷൻ, കോൺട്രാക്റ്റ്, വേജ്, സാലറി, ഇത്തരത്തിലുള്ള എക്സെട്ര, ഹെൽത്ത് പ്രോബ്ലം, സേഫ്റ്റി ആൻഡ് മോട്ടിവേഷൻ, സോ ആൻഡ് സോ. ദെൻ നെക്സ്റ്റ് വൺ ആണ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇസ് എ റിലേഷൻഷിപ്പ്, ദർ മസ്റ്റ് ബി പബ്ലിക് റിലേഷൻ ടു ദ പബ്ലിക് റിലേഷൻ ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ബിറ്റ്വീൻ ദ പബ്ലിക്. പബ്ലിക്കും ഓർഗനൈസേഷൻ നമുക്കറിയാം പല
ഞാൻ നിങ്ങളുടെ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ കാണാം ആ നോട്ട്ബുക്കിൻ്റെ വാങ്ങുന്നതിൻ്റെ ₹1 പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ആ ഒരു ക്ലാസ്മേറ്റിൻ്റെ ബുക്കിൻ്റെ അവരാണത് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ അതെന്താണ്, പബ്ലിക്കിനായിട്ടൊരു റിലേഷൻ ഉണ്ടാക്കുകയാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അടുത്തതാണ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ്. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ കൺസൾട്ടിങ് വിത്ത് ദ കോൺട്രാക്ട് വിത്ത് ദ എംപ്ലോയീസിനായിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനായിട്ട് ഇത്തരത്തിലുള്ള കോൺട്രാക്ട്സൊക്കെ ഡീലിങ്സൊക്കെ നടത്തുക. അതൊക്കെ ലീഗലി നടത്തുന്നതാണ് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വണ്ണാണ് പർച്ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റിക്വയർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റോ മെറ്റീരിയൽസ് വാങ്ങലാണ് പർച്ചേസിങ്ങിനകത്ത് വരുന്നത്. അടുത്തതാണ് മാനുഫാക്ചറിങ് ആൻഡ് നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ്. മാനുഫാക്ചറിങ്ങിനും നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസും എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓർഗനൈസേഷൻസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ബ്രോഡ് കാറ്റഗറീസ്. ഓർഗനൈസേഷൻ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മാനുഫാക്ചറിങ് ഓർഗനൈസേഷനും 2 സർവീസ് ഓർഗനൈസേഷനും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസിനും സർവീസ് ഓപ്പറേഷനും ഡിസ്റ്റിങ്വിഷ് ചെയ്തുകൊണ്ട് തന്നെ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. താഴെ പറയുന്നതാണ് സർവീസിൽ എങ്ങനെ വരുന്നു, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്ങിൽ എങ്ങനെ വരുന്നു, ഈ താഴെ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പോവാം. അപ്പം ഇതാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതോട് കൂടിയിട്ട് നമ്മൾ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ നേച്ചർ ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ടാണ്. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാഞ്ചിബിൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്ട്സാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് നമ്മൾ സമയത്തിന് എത്തിച്ചു കൊടുക്കുന്ന നമ്മളെ എക്യുപ്മെൻറ്റ് വഴി പുറത്തേക്ക് വരുന്ന ഇൻപുട്ടിനെ കൺവേർഷൻ ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ പ്രൊഡക്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിൽ ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻടാഞ്ചിബിൾ ഔട്ട്പുട്ട് എന്താണ്, ഇൻടാഞ്ചിബിൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ്. ഇപ്പോൾ സർവീസിനെയാണ് ഇൻടാഞ്ചിബിൾ ഔട്ട്പുട്ട്. അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് സാധനം എത്തിച്ചു കൊടുക്കുക, അത് നമ്മളൊരു സർവീസാണ്. ലേബറിൻ്റെ എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് മാക്സിമം കുറയ്ക്കുക, അതുപോലെ തന്നെ നല്ല ഡയറക്റ്റ് കസ്റ്റമറിനായിട്ട് കണക്ഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ കൺവേർഷൻ പ്രോസസ്സൊക്കെ കുറച്ചുകൂടി ഈസി ആക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ റെയിൽ അല്ലെങ്കിൽ റോഡ് സർവീസ്, ടെലിഫോൺ സർവീസ്, ഇത്തരത്തിലൊക്കെയുള്ള ടാക്സ് കൺസൾട്ടേഷൻ സർവീസ് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ബ്യൂട്ടീഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് ഇത്തരത്തിലൊക്കെ ഉള്ളത് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതാണ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറഞ്ഞല്ലോ, മാനുഫാക്ചറിങ്ങും നോൺ മാനുഫാക്ചറിങ് ഓപ്പറേഷനിൽ നമ്മൾ 2 രീതിയിൽ ഡിവൈഡ് ചെയ്തു. മാനുഫാക്ചറിങ് ഓപ്പറേഷനും സർവീസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന 2 ഡിഫറൻസ് അതാണ്. അടുത്താണ് കൺസെപ്ഷൻ ഓഫ് ഔട്ട്പുട്ട്. കൺസെപ്ഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ടാഞ്ചിബിൾ ഗുഡ്സാണ്, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് വരുന്നത്. പക്ഷേ സർവീസിനകത്ത് വരുമ്പോൾ എന്താണ്, ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റ്. അതായത് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല. അപ്പം കൺസെപ്ഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുത്തു വെക്കാനും ഇതാക്കാനും പറ്റും. പക്ഷേ സർവീസിനകത്ത് വരുമ്പോൾ എന്താണ്, നമുക്കൊരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തു വെക്കാനോ നമുക്കത് തൊടാനോ ഒന്നിനും പറ്റില്ല, സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ. അടുത്താണ് നേച്ചർ ഓഫ് വർക്ക്. നേച്ചർ ഓഫ് വർക്കിനകത്ത് വരുന്നത് ഇതുപോലെ തന്നെ ജോബ് എന്താണ്, നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണോ അത് റിലേറ്റ് ചെയ്തിട്ടാണ് നേച്ചർ ഓഫ് വർക്ക് വരുന്നത്. അതായത് ഒരു മാനുഫാക്ചറിങ് എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് കസ്റ്റമേഴ്സിന് എന്താണ്, ഓപ്പറേഷനുമായിട്ട് എന്തുണ്ടാവില്ല, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ കസ്റ്റമറിന് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല ആരായിട്ടായിരിക്കും, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിട്ടും അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനായിട്ടും ആയിരിക്കും. പക്ഷേ ഒരു സർവീസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഡിഗ്രി ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് 4th പോയിൻ്റാണ്, ഡിഗ്രി ഓഫ് കോണ്ടാക്റ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഹെഡിങ് പറയാൻ വിട്ടുപോയി.
ഇപ്പോൾ ഡിഗ്രി ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ശരിയല്ല, നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങാൻ പോയി കാറ് മാനുഫാക്ചർ ചെയ്യുന്ന ആൾ കയ്യിൽ നിന്നാണോ പോയി വാങ്ങുക? അല്ല, നമ്മൾ ഷോറൂമിൽ പോയിട്ട് ഷോറൂമിൽ റീറ്റെയിലേഴ്സിനായിട്ട് കയ്യിൽ നിന്നായിരിക്കും നമ്മൾ വാങ്ങുക. പക്ഷേ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു കോളേജോ തിയേറ്ററോ എന്തായിരിക്കും ഡയറക്റ്റില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സർവീസ് എവിടെ നിന്നാണ് വാങ്ങുന്നത്? നമ്മളെ കയ്യിൽ നിന്നാണ്, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. അതല്ലാതെ ടീച്ചേഴ്സ് ഒരാൾക്ക് കൊടുത്തിട്ട് അയാളെ കയ്യിൽ നിന്നല്ലല്ലോ നിങ്ങൾ വാങ്ങുന്നത്. അപ്പം അതാണ് ഡയറക്റ്റ് കോണ്ടാക്റ്റാണ് അതിനകത്ത് വരുന്നത്. അതാണ് ഡിഗ്രി ഓഫ് കസ്റ്റമർ കോണ്ടാക്റ്റ്. അപ്പോൾ ഹോസ്പിറ്റൽ, കോളേജ്, തിയേറ്റർ, ബാർബർ ഷോപ്പൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ സർവീസ് എന്താണ്? ഡയറക്റ്റാണ്. പക്ഷേ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കാറും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഫാക്ടറിയിലൊന്നും പോയിട്ടല്ല നമ്മൾ വാങ്ങുന്നത് അല്ലേ, ഡയറക്റ്റ് ഡീലറുടെ കയ്യിൽ നിന്നാണ് നമ്മളിത് വാങ്ങുന്നത്. അടുത്ത കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഇൻ കോൺവെർസേഷൻ. അതറിയാം നമുക്ക് എന്താണ്, ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള എന്തായിരിക്കും കോൺവെർസേഷന് മാനുഫാക്ചറിങ്ങിലും ഉണ്ടാവില്ല. മാനുഫാക്ചറിങ്ങിൽ അത് കുറവായിരിക്കും. പക്ഷേ സർവീസിൽ എന്തായിരിക്കും? ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. കാരണം എന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. അത് പിന്നെ നെക്സ്റ്റ് വണ്ണാണ് മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് മെഷർമെൻറ്റ് നടത്താൻ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റാണ് വാങ്ങണമെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഈ കാർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ കാറിന് ഇന്ന പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് മെൻഷൻ ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് അവിടുന്ന് കിട്ടിയ സർവീസ് നമുക്ക് ശരിയല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രോപ്പറായിട്ടത് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. നമുക്കത് പറയാൻ പറ്റുന്നല്ല, നമുക്ക് ഇത്ര പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയില്ല എന്നുള്ളത് ഒരു സുമാറേ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കൊരു എക്സാക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനകത്ത് നമുക്ക് മെൻഷനിങ് ചെയ്യാൻ എന്താണ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മാനുഫാക്ചറിങ്ങും നോൺ മാനുഫാക്ചറിങ്ങും ആയിട്ട് നമ്മൾ ഓപ്പറേഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ നോൺ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നമ്മൾ സർവീസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. അതിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതാണ് ടാഞ്ചിബിളായിട്ടും ഇൻടാഞ്ചിബിളും, കൺസെപ്ഷൻ ഓഫ് ഔട്ട്പുട്ട്, നേച്ചർ ഓഫ് വർക്ക്, ഡിഗ്രി ഓഫ് കസ്റ്റമർ കോണ്ടാക്റ്റ്, കസ്റ്റമർ പാർട്ടിസിപ്പേഷൻ ഇൻ കോൺവെർസേഷൻ, മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ഇതോട് കൂടിയിട്ട് അവസാനിച്ചു. OMR അറ്റൻഡ് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.